ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പർ 54/2025, അതായത് 21/5/2025 നടന്ന ഓഫീസ് അറ്റൻഡൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഡി. ചേറ്റൂർ ശങ്കരൻ നായർ. 2. കേരളത്തിലെ പ്രധാന സംഭവങ്ങളെ കാലാഗണന ക്രമത്തിലാക്കുക. അപ്പം 1. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. അപ്പോൾ ഇതിനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞത്. ഉത്തരം സി ആണ്. 2, 1, 3, 4. അപ്പോൾ ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം നടന്നത്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുളച്ചൽ യുദ്ധം 1741 പിന്നെ വരുന്നത് മൂന്നാമത്തേതാണ് ശ്രീരംഗപട്ടണം സന്ധിയുടെ ശരിയായ 1792 കുണ്ടറ വിളംബരം 1809 നടന്നത്. 3. ചേരുംപടി ചേർക്കുക. ഉത്തരം എ. ഒന്നാമത്തെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്. 1. ഒന്നാം ലോക മഹായുദ്ധം. ഉത്തരവിന് ത്രികക്ഷി സംഖ്യ, ത്രികക്ഷി സൗഹൃദം. 2. രണ്ടാം ലോക മഹായുദ്ധം. ഉത്തരം വരുന്നത് നാലാമത്താണ്. അച്ചുതണ്ടു ശക്തികൾ, സംഖ്യാശക്തികൾ. 3. ഹിറ്റ്ലർ. 3 മൂന്നാമത്തേനെയാണ്. തവിട്ടുകുപ്പായക്കാർ. 4. ബെനിറ്റോ മുസോളിനി. കരിങ്കുപ്പായക്കാരാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എ ആണ്. അടുത്തതും ചേരുംപടി ചേർക്കുകയാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ്. അപ്പോൾ നാലാമത്തതും എന്താണ്? ചേരുംപടി ചേർക്കാൻ. ഇതിൽ ശരിയായ ഉത്തരം ബി ആണ്. 1. മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റായ് ആണ് ഈ പത്രം കൊണ്ടുവന്നത്. കേസരി മറാത്ത. ബാലഗംഗാധര തിലക്. അപ്പോൾ 2, 1. 3, 2. കോമൺവെൽത്ത്. മിസ്സിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ കൊണ്ടുവന്നത് മഹാത്മാ ഗാന്ധിജിയാണ്. 5. ഇതും ചേരുംപടി ചേർക്കുക എന്നതാണ്. ഉത്തരം ഡി ആണ് വരുന്നത്. 1. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഭഗത് സിംഗ്. ഗന്ദാർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം വരുന്നത് ഡി ആണ്. 1, 2, 2, 3, 3, 1, 4, 1 എന്നിങ്ങനെയാണ്. 6. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിക്കുന്ന റെക്കോർഡ് ആർക്ക്? ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഉത്തരം ബി. നിർമ്മല സീതാരാമൻ. 7. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം. ഉത്തരം ബി. മാംഗോ ഷവർ. ഇത് ഞാൻ എൻ്റെ മോക്ക് ടെസ്റ്റിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മോക്ക് ടെസ്റ്റ് കാണുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. നമ്മളിത് ചോദിച്ചിട്ടുണ്ട്. 8. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ഉത്തരം എ. ജനുവരി 3. 9. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. 1. നദികളുടെ ഉത്ഭവ പ്രദേശം. ബി. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു. സി. ഉഷ്ണകാലത്ത് തെക്കു നിന്നു വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഡി. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. ഉത്തരം സി ആണ്. ഉഷ്ണകാലത്ത് തെക്കു നിന്നു വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇതാണ് ശരിയായ ബന്ധമില്ലാത്ത പ്രസ്താവന. 10. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ്
ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപശിലപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ തെറ്റ് എന്ന് പറയുന്നത് എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം. അപ്പോൾ എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം, ഇതാണ് തെറ്റായ പ്രസ്താവന. 11. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. അപ്പം 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. ഉത്തരം ബി, ദേശീയ ജലപാത 3, അതായത് NW3. അപ്പോൾ ഇത് നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ മോക്ക് ടെസ്റ്റ് കാണുന്നവർക്ക് അറിയാം, ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് ഏറെ ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് സ്ഥിരമായിട്ട് കാണുക, പഠിക്കുക കേട്ടോ. 12. മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം ബി, MT വാസുദേവൻ നായർ. 13. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഉത്തരം സി, 10ാം പഞ്ചവത്സര പദ്ധതി. 14. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. വ്യവസായ വ്യാപാര വാണിജ്യം രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. ഉത്തരം ബി, ഉദാരവൽക്കരണം. 15. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഡി, ദാദാഭായ് നവറോജി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് മോക്ക് ടെസ്റ്റ് കാണാത്തവരുണ്ട്, മോക്ക് ടെസ്റ്റ് സിമ്പിൾ ആയിട്ട് കേട്ടോ കാണുക, പഠിക്കുക. മോക്ക് ടെസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 16. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ഉത്തരം ബി, നീതി ആയോഗ്. 17. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവരിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവരിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഉത്തരം സി, തൃതീയ മേഖല. 18. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം എ ആണ്, ഓൾ ഓഫ് ദി അബവ്. 1. ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ് കേട്ടോ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയ പ്രസ്താവന എന്ന് വെച്ചാൽ ഇത് 4ഉം ശരിയാണ്. 19. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിന് വൻ വർധന സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അപ്പോൾ ഇതിൽ വിപ്ലവത്തിന് ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ഹരിത വിപ്ലവത്തിന് ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഉത്തരം സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 തെറ്റാണ്. 4. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതലല്ല, 3ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. 20. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച
ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ബി 86ാമത് ഭരണഘടനാ ഭേദഗതി. 21 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഉത്തരം എ മോത്തിലാൽ നെഹ്റു. 22 ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഉത്തരം ബി രാഷ്ട്രതലവന്റെ പേര്. 23 വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം. ഉത്തരം സി 40. 24 പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം സി ലോർഡ് റിപ്പൺ. 25 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഉത്തരം എ ജാർഖണ്ഡ്. 26 മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഉത്തരം ബി പാർലമെന്ററി കാര്യസമിതി. 27 തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1 തദ്ദേശ ഗവൺമെന്റുകളിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇത് ശരിയായ പ്രസ്താവന. 28 സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. അപ്പം അതാണ് ശരിയായ ബി ആണ് ശരിയായ ഉത്തരം. 29 ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1 കൃഷിയും പോലീസും, 2 ജയിലും തദ്ദേശ ഗവൺമെൻറ്റും. ഇതാണ് ശരിയായ ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. 30 സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പി സതി ദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇതിലെല്ലാതും ശരിയാണ്. അടുത്തത് 31 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1 പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. 2 പാർലമെന്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. 32 കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഡി 1ഉം 3ഉമാണ് കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1 ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. 3 സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. 33 കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം സി ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജമദാർ ആണ്. 2 ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. 34 ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഉത്തരം ബി എപ്പിഗ്ലോട്ടിസ്. 35 ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്?
ഉത്തരം സി ഹീമോഫീലിയ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് വെച്ചാൽ ഹീമോഫീലിയാണ്. അപ്പോൾ പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഹീമോഫീലിയ എന്നത് ജനിതക രോഗമാണ്. 36 ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ്. ഉത്തരം ഡി ആണ്, ഫൈലോറിയൻ വിര മന്ത്. 37 ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം എ മേഘാലയ. 38 മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീന തകരാറ് സിക്കിൾ സെൽ അനിമിയക്ക് കാരണമാകും. 2 ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതിൽ 1 ശരിയാണ്, 2 തെറ്റാണ്. 39 പറമ്പിക്കുളം വാർഷിക ജന്തുശാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിങ്ങത്തവിടാൻ, ചെമ്പൻ, വെള്ളിവരയാൻ, പളനിപ്പൊട്ടാൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭം. സി ആണ് ചിത്രശലഭം. അടുത്തത് 40 മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഉത്തരം എ. 2 പ്രസ്താവനകളും ശരിയാണ്. 41 ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം എ 1, 3 ശരിയായ ജോഡി. സൂക്രോസ്, കരിമ്പ്, മാംസം, പയറുവർഗ്ഗങ്ങൾ ഇതാണ് ശരിയായ ജോഡി. 42 താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഉത്തരം എ നീല. 43 മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. അപ്പോൾ മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഉത്തരം ഡി ഉയർന്ന മർദ്ദം. 44 ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ എന്ന് വിളിക്കുന്നു? ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ എന്ന് വിളിക്കുന്നു? മിഥ്യ പ്രതിബിംബം എന്ന് വിളിക്കുന്നു. 45 നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി നാസ. 46 ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം സി ചൈന. 47 മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം ബി വ്യാപ്തം വർദ്ധിക്കുന്നു. 48 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇപ്പോൾ രാസമാറ്റത്തിന് ഉദാഹരണം ഉത്തരം സി ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നു. 49 ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? അപ്പോൾ ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി കാണിക്കുന്നത്? pH 0.7. 50 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 625 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? അപ്പോൾ 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ എന്ന് പറയുന്നത് 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ബി പെങ്കി വിറ്റ്സൺ. പെങ്കി വിറ്റ്സൺ ആണ്. 51 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഡി നിർമ്മല സീതാരാമൻ. 52 രാമായണം ആട്ടക്കഥ രചിച്ചത് ആര്? രാമായണം ആട്ടക്കഥ രചിച്ചത് ആര്? ഉത്തരം സി കൊട്ടാരക്കര തമ്പുരാൻ. 53 കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം എ ഗുരു ഗോപിനാഥ്. 54 പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഉത്തരം ഡി PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് PT ഉഷയാണ്. 55 സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം ബി ആറ്റുകാൽ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. 56 ജയദേവന്റെ ഗീതാ ഗോവിന്ദം
ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം എ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. 57. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം സി. വി. സുനിൽകുമാറാണ്. അപ്പം കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം സി. വി. സുനിൽകുമാറാണ്. 58. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിന്തൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിന്തൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം ഡി. കാസർഗോഡ് ജില്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ്. ഇതിൽ 2, 3, 4 ആണ് ശരിയായ പ്രസ്താവന. റാം വേളറ്റൈൽ മെമ്മറി, ഓപ്പൺ ഓഫീസ് ബോസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, MICR ഇൻപുട്ട് ഡിവൈസ്. ഇത് 3 ആണ് ശരി. 2, 3, 4 ആണ് ഇതിൽ ശരിയായ ഉത്തരം. 60. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. 1. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. 2. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്. 3. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ സെക്ഷൻ ഓർഡ്സ് ആണ്. 4. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആവറേജ് ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷൻ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാക്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏതാണ്ട് 4 ശരിയാണ്. 61. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ്? 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ്? ഉത്തരം സി. ഐരാവത്. 62. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഉത്തരം ഡി. ക്യൂബാണ് കേരള സ്കൂൾ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ അടുത്തത് 63. ചേരുംപടി ചേർക്കുക. ഉത്തരം ബി ആണ്. 1 ഡിയും 2 സിയും 3 എയും 4 ബിയും ആണ്. 1. ക്രാക്കിംഗ്, ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. 2. ഫിഷിംഗ്, അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചേർത്തെടുക്കുക. സി ആണ്. 4. സൈബർ സ്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എ. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം, ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. അപ്പം ഇതിൽ ബി ആണ്. 1 ഡി, 2 സി, 3 എ, 4 ബി. ഉത്തരം ബി ആണ്. ഇതിലെ ശരിയായ ചേരുംപടി ചേർക്കുക. ഉത്തരം ബി ആണ്. 64. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പെടാത്തത് ഏത് എന്നാണ്? അപ്പോൾ വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശമാണ് ഇത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത്. 65. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥന് വിവരം നൽകേണ്ടത്? ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഉത്തരം ഡി. പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത്. 66. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ഘടന താഴെ പറയുന്നവയിൽ ഏത്? ഉത്തരം എ ആണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും.
67 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോസ്കോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോസ്കോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഉത്തരം സി ആണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നതാണ് ഇതിൽ ശരിയല്ലാത്തത്. 68 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതു നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ഉത്തരം സി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 69 ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ. മധ്യപ്രദേശ്. 70 2015 ഐക്യരാഷ്ട്ര സഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ഉത്തരം ഡി. മുകളിൽ പറഞ്ഞിട്ടുള്ള ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അതിൽ ഉൾപ്പെടും. അടുത്തത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 71 സി, 72 ഡി, 73 ബി, 74 75 ഡി, 76 ബി, 77 സി, 78 സി, 79 സി, 80 ഡി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് പറയാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റ്, അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് പഠിച്ച് കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലാത്ത മോക്ക് ടെസ്റ്റ് ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളെ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലും ചോദിച്ചത്. പിന്നെ ചേരുംപടിയിലും അത് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ചേരുംപടി നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസാണ് ഇതിൽ ചോദിച്ചത്. അപ്പോൾ ഞാൻ എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. ഒരുപാട് സന്തോഷമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ്. എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക.